ഹലോ എവ്രിവൺ, ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മളുടെ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു വീഡിയോ ആണ്. അതായത് ഇപ്പോൾ അപ്പോൾ നമ്മളുടെ ചുറ്റുമുള്ള കാലാവസ്ഥയും നമ്മളുടെ കണ്ടീഷൻസൊക്കെ മാറി മാറി വരികയാണല്ലേ. അപ്പോൾ നമ്മൾക്കിപ്പോൾ ഓൺലൈൻ ട്യൂഷൻസ് ഉണ്ട്. പണ്ടൊക്കെ ആണെങ്കിൽ എപ്പോഴും ഓഫ്ലൈൻ എന്ന് പറയുന്നൊരു ഓപ്ഷനാണ്. ഓൺലൈനിനെ കുറിച്ച് നമുക്ക് ചിന്തിക്കാൻ കൂടി പറ്റുമായിരുന്നില്ല അല്ലേ. ഓൺലൈനിൽ എങ്ങനെയാണ് പഠിക്കുക, അങ്ങനെ ഒരു ടൈം ഉണ്ടായിരുന്നു. പക്ഷേ ഈ കൊറോണയും അതൊക്കെ വന്നതോടുകൂടി ഇപ്പോൾ ഒരു ഓൺലൈൻ ട്യൂഷൻ എന്ന് പറയുന്നൊരു സംഭവം കൂടി വന്നു. അപ്പം ഏതാണ് ഇതിൽ ഏറ്റവും ബെസ്റ്റ് എന്ന് നിങ്ങൾ തന്നെ ചിന്തിക്കുന്നുണ്ടാവും അല്ലേ. ഓഫ്ലൈൻ ട്യൂഷനാണോ നല്ലത്, ഓൺലൈൻ ട്യൂഷനാണോ നല്ലത്? അതാണ് നമ്മൾ ഇവിടെ ചെക്ക് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഓൺലൈൻ ട്യൂഷൻ വേഴ്സസ് ഓഫ്ലൈൻ ട്യൂഷൻ. അപ്പോൾ അതിന് മുൻപായിട്ട് നമ്മളുടെ ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യം വെച്ച് പറയാം. അതായത് നമ്മുടെ ചാൾസ് ഡാർവിൻ പറഞ്ഞതാണ്, നമ്മൾ ബയോളജിക്കലായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ് എന്ന് പറയുന്നൊരു കോൺസെപ്റ്റ് നമ്മളുടെ ചാൾസ് ഡാർവിൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് ഇപ്പം നമ്മളുടെ സിമ്പിളായിട്ട് ഇത്രയേ ഉള്ളൂ, നമ്മളുടെ ലോകത്ത് ആരാണ് ഏറ്റവും കൂടുതൽ സർവൈവ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഏറ്റവും ബെസ്റ്റായിട്ടുള്ള ആൾ, അതായത് ഏറ്റവും ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള ആളോ അല്ലെങ്കിൽ ഏറ്റവും ലോ ആയിട്ടുള്ള ആളോ ആയിരിക്കില്ല സർവൈവ് ചെയ്യുക. ഓക്കെ, എപ്പോഴും ഒരു ആവറേജ് പേഴ്സൺ. അതല്ല എന്നുണ്ടെങ്കിൽ ആരാണോ മാറി വരുന്ന കാലാവസ്ഥയ്ക്ക് അനുസരിച്ച് അഡാപ്റ്റ് ചെയ്യുന്നത് അവരാണ് സർവൈവ് ചെയ്യുക. ഓക്കെ, ദ പേഴ്സൺ ഹൂ ഈസ് വില്ലിങ് ടു അഡാപ്റ്റ്, അവർ മാത്രമേ സർവൈവ് ചെയ്യുള്ളൂ. ഇത് ബയോളജിക്കലി നമ്മളുടെ ചാൾസ് ഡാർവിൻ പ്രൂവ് ചെയ്തിട്ടുള്ളൊരു കാര്യമാണ്, സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ്. അപ്പോൾ മിസ് ഇവിടെ നിങ്ങളെ ബയോളജി പഠിപ്പിക്കാനല്ല പോകുന്നത്, നമ്മൾ ഓഫ്ലൈൻ ട്യൂഷനെയും ഓൺലൈൻ ട്യൂഷനെയും കമ്പയർ ചെയ്യുകയാണ്. അപ്പം ചേഞ്ചസ് വരുന്നല്ലേ, നമ്മളുടെ ചുറ്റും കാര്യങ്ങൾ മാറുമ്പം നമ്മൾ അതിനനുസരിച്ച് ചേഞ്ച് ആയിട്ടില്ലെങ്കിൽ നമുക്ക് ഒരിക്കലും എന്തുണ്ടാവില്ല, ഗ്രോത്ത് ഉണ്ടാവില്ല. ഞാൻ ഇത് തന്നെയാണ്, ഞാൻ ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നത് ഇപ്പോൾ ഏത് കാര്യത്തിലും, ഈ ട്യൂഷൻ്റെ കാര്യത്തിൽ മാത്രമല്ല, ഏതൊരു കാര്യത്തിലും നമ്മളിങ്ങനെ പുതിയ കാര്യങ്ങൾ എന്ത് ചെയ്തുകൊണ്ടിരിക്കണം, ലേൺ ചെയ്തുകൊണ്ടിരിക്കണം. നമ്മൾ പഠിച്ചത് തെറ്റാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, അത് നമ്മൾ മാറ്റി പഠിക്കേണ്ടി വരും. നമ്മളത് പുതിയ കാര്യങ്ങൾ പഠിക്കും ഒക്കെ നമ്മൾ ചെയ്യണം. ഞാൻ പഠിച്ചത് ശരിയാണ്, അന്ന് പഠിച്ചത് മാത്രമേ ഞാൻ പഠിക്കുള്ളൂ, ഞാൻ മാറ്റി പഠിക്കില്ല എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരിക്കലും ഗ്രോത്ത് ഉണ്ടാവില്ല. സോ നമ്മൾ മാറുന്ന കാലാവസ്ഥയ്ക്ക് അനുസരിച്ചും അതിപ്പോൾ നമ്മളുടെ ഏത് ചുറ്റുപാടാണെങ്കിലും ഒക്കെ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ മാറിക്കൊണ്ടിരിക്കണം. എങ്കിൽ മാത്രമേ ആസ് എ ഹ്യൂമൻ നമ്മൾക്ക് എന്തുണ്ടാവുള്ളൂ, നമ്മൾ ഒരു നല്ല ഹ്യൂമൺ ആവുള്ളൂ, അതിലുപരി നമ്മൾക്ക് ഗ്രോത്ത് ഉണ്ടാവുള്ളൂ എന്ത് കാര്യത്തിലാണെങ്കിലും. ഓക്കെ, അപ്പോൾ നമ്മളിത് ഓൺലൈൻ ട്യൂഷനിൽ ഓഫ്ലൈൻ ട്യൂഷൻ വരുമ്പോൾ രണ്ടിനും എന്താണ് അതിൻ്റെതായ നെഗറ്റീവ് പോയിൻറ്റ്സും ഉണ്ട്, പോസിറ്റീവ് പോയിൻറ്റ്സും ഉണ്ട്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ഓരോ പോയിൻറ്റ്സ് ആയിട്ട് ചെക്ക് ചെയ്യുകയാണെങ്കിൽ ഫസ്റ്റ് പോയിൻറ്റ് കൺവീനിയൻസ് ആണ്, കൺവീനിയൻസ് ആൻഡ് ഫ്ലെക്സിബിലിറ്റി. അപ്പോൾ ഈ കാര്യത്തിൽ നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിയാൽ മതി. ഇപ്പം നമ്മൾ ഒരു ഓഫ്ലൈൻ ട്യൂഷൻ ആണെങ്കിൽ നമ്മൾക്ക് എപ്പോഴും ഇപ്പം നമ്മൾക്ക് എന്താ അതിനൊരു ടൈം ഉണ്ടാവല്ലേ. ഇപ്പം നമ്മൾ രാവിലെ ആണെങ്കിൽ രാവിലെ നേരത്തെ എഴുന്നേറ്റ് പോകേണ്ട വരും. ചില സമയത്ത് വൈകുന്നേരം ആണെങ്കിൽ സ്കൂളൊക്കെ കഴിഞ്ഞ് നമ്മൾ ടൈമിന് തന്നെ ബസ് പിടിച്ചിട്ട് എവിടെയെങ്കിലൊക്കെ ആയിട്ട് നമ്മൾ കറക്റ്റ് ടൈമിന് അവിടെ എത്തണം. കറക്റ്റ് ടൈമിന് എത്തിയിട്ടില്ലെങ്കിൽ നമുക്ക് വഴക്ക് കേൾക്കും, അല്ലെങ്കിൽ നമ്മളുടെ ക്ലാസ് ഓൾറെഡി സ്റ്റാർട്ട് ചെയ്ത് പോയിട്ടുണ്ടാകും. അപ്പോൾ ഇവിടെ കൺവീനിയൻസ് ആൻഡ് ഫ്ലെക്സിബിലിറ്റി എന്ന് പറയുന്ന പോയിൻറ്റിന് നമ്മളുടെ ഓൺലൈൻ ട്യൂഷനാണ് ബെസ്റ്റായിട്ട് നിൽക്കുക. കാരണം ഇവിടെ ഓൺലൈൻ ട്യൂഷൻ്റെ കാര്യത്തിൽ നമുക്ക് എന്താണ്, നമ്മളുടെ ക്ലാസ് കഴിഞ്ഞാലും നമുക്ക് എന്ത് ചെയ്യാം, നമ്മളുടെ ടൈമിന് നമുക്ക് വീണ്ടും വന്ന് കാണാൻ വേണ്ടി പറ്റും അല്ലേ. ഇപ്പോൾ നമ്മൾ രാവിലെ നേരത്തെയാണ് ക്ലാസ് എന്നുണ്ടെങ്കിൽ നമുക്ക് ലൈവ് കിട്ടില്ല, പക്ഷെ നമുക്ക് റെക്കോർഡഡ് ആയിട്ട് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, ക്ലാസ് കാണാം. രാവിലെ നേരത്തെ ഉറങ്ങി എഴുന്നേറ്റില്ലെങ്കിലും കുറച്ച് നേരം ഉറങ്ങിയിട്ടാണെങ്കിൽ നമുക്ക് അതിൻ്റെ റെക്കോർഡഡ് പോർഷൻ കാണാം അല്ലേ. അതല്ല നമുക്ക് രാവിലെ സ്കൂളിൽ പോകാനുണ്ടെങ്കിൽ നമുക്ക് പിന്നീട് സ്കൂൾ കഴിഞ്ഞ് വന്നിട്ട് ആ ക്ലാസ് കാണാം. സോ കൺവീനിയൻസ് ആൻഡ് ഫ്ലെക്സിബിലിറ്റിയുടെ കാര്യത്തിൽ പറയുമ്പം അവിടെ ഓൺലൈൻ ട്യൂഷനാണ് കുറച്ചുകൂടി എന്ത് ചെയ്യുക, മുന്നിൽ നിൽക്കുന്നത്. ഓക്കെ, ഓഫ്ലൈൻ ട്യൂഷൻ മോശമാണെന്നല്ല, പക്ഷേ അവിടെ എന്താ, നമുക്ക് അവിടെ ഒരു ടൈമിംഗ് ഉണ്ട്. ആ ടൈമിങ്ങിന് നമ്മൾ എത്തണം. ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് എല്ലാവരും ഒരുമിച്ച് ഉണ്ടാവണം. എങ്കിലാണ് എന്ത് ചെയ്യുക, നമുക്കത് ഫസ്റ്റ് മുതൽ നമുക്ക് വീണ്ടും റെക്കോർഡ് ചെയ്ത് കാണാനുള്ളൊരു ഓപ്ഷൻ ഇല്ല അവിടെ. അപ്പോൾ ഓൺലൈൻ ട്യൂഷനാണ് മുന്നിൽ നിൽക്കുന്നത്. ദെൻ നമ്മൾ നെക്സ്റ്റ് പോയിൻ്റ് എടുക്കുക, that is cost of education. കോസ്റ്റ് ഓഫ് എഡ്യൂക്കേഷൻ്റെ കാര്യത്തിലെടുക്കുമ്പം നിങ്ങൾ തന്നെ ചിന്തിച്ച് നോക്കിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് കമ്പയർ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകും, കമ്പാരിറ്റീവ്ലി ഓൺലൈൻ ട്യൂഷന് കോസ്റ്റ് കുറവാണ്. എഫക്റ്റീവ് എഡ്യൂക്കേഷനാണ്, രണ്ടിലും എന്താണ് എഡ്യൂക്കേഷൻ തന്നെയാണ്. പക്ഷേ എന്താണ്, കുറഞ്ഞ ചിലവിൽ നമുക്ക് ബെസ്റ്റായിട്ട് പഠിക്കാൻ പറ്റുന്നത് ഓൺലൈൻ ട്യൂഷനിലാണ്. ഓക്കെ, അവിടെ നമ്മൾ ഓൺലൈനാണ് മുന്നിൽ നിൽക്കുക. കാരണം ഇതിപ്പം നമ്മൾ ഏതെടുത്താലും, ഇപ്പോൾ SSLC എടുത്താലും അതല്ല, ഇനിയിപ്പോൾ നിങ്ങളുടെ എൻട്രൻസ് കോച്ചിങ് എടുത്ത് നോക്കിയാലൊക്കെ ഓഫ്ലൈനിൽ നിങ്ങൾക്കറിയാം എത്രയാണ് അതിൻ്റെ ഒരു കോസ്റ്റ് വരുന്നതെന്നുള്ളത്. പക്ഷേ ഓൺലൈനിലേക്ക് വരുമ്പോൾ എന്താണ്, കമ്പാരിറ്റീവ്ലി കോസ്റ്റ് കുറവാണ്. ഓക്കെ, നമ്മളുടെ ഇപ്പം ട്യൂഷൻസിനാണെങ്കിലും അതുപോലെ എൻട്രൻസ് കോച്ചിങ്ങിനൊക്കെ ഓൺലൈൻ ട്യൂഷനിൽ കമ്പാരിറ്റീവ്ലി കുറവാണ്.
ഓക്കെ, പൈസ കുറവാണ്, ഫീസ് കുറവാണ്. പിന്നെ നമ്മൾ ടെക്നോളജി വൈസ് എടുക്കുകയാണെങ്കിൽ ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞൊരു കാര്യം കൂടി വരും, ചേഞ്ചസ് അല്ലേ. നമ്മളിങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ്, നമ്മളിങ്ങനെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം നമ്മളുടെ പണ്ടത്തെ ക്ലാസ്സുകൾ പോലെയാണോ ഇപ്പോൾ വരുന്നത്? അല്ല, ഇപ്പം നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മൾ ലാപ്ടോപ്പിൽ ക്ലാസ് കാണുന്നു, മൊബൈൽ ഫോണിൽ ക്ലാസ് കാണുന്നു, നമ്മുടെ സ്കൂളുകളിലൊക്കെ ആണെങ്കിൽ പ്രൊജക്ടർ വെച്ചിട്ട് വീഡിയോസൊക്കെ കാണിച്ചു തരുന്നു അല്ലേ. നമ്മുടെ ടെക്നോളജിയുടെ കാലമാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ പണ്ടത്തതുപോലെ ചാർട്ട് പേപ്പറും ചിത്രമൊക്കെ വരച്ച് അങ്ങനെ തന്നെ നമ്മൾ പഠിക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ നമുക്ക് എന്തുണ്ടാവില്ല, നമുക്ക് പുരോഗമനം ഉണ്ടാവില്ല അല്ലേ. നമ്മൾ ടെക്നോളജിയുടെ കാലത്ത് ജീവിക്കുമ്പം അവിടെ നമ്മൾ എന്തിലേക്ക് വരേണ്ടി വരും? നമ്മൾ ഓൺലൈൻ ട്യൂഷനാണ് അവിടെയും എന്തിന് നിൽക്കുക, നമ്മുടെ മുന്നിൽ നിൽക്കുന്നത്. കാരണം ഇവിടെ ടെക്നോളജിയുടെ യൂസ് കൂടുതലാണ്. ഇപ്പം തന്നെ നിങ്ങൾക്ക് മിസ്സിൻ്റെ പിന്നിൽ നിൽക്കുന്ന ഈ സ്മാർട്ട് ബോർഡിനെ കാണാം അല്ലേ. നമ്മളുടെ ട്യൂഷൻ ഓഫ്ലൈനിലാണെങ്കിൽ അവിടെ ഒരു ബ്ലാക്ക് ബോർഡ് ഉണ്ടാകും, ഒരു ചോക്ക് ഉണ്ടാകും. ആൻഡ് ചോക്കിൻ്റെ ഡസ്റ്റ് മുഴുവൻ ടീച്ചറുടെ തലയിലുണ്ടാകും, അല്ലെങ്കിൽ നമ്മളത് ശ്വസിക്കുന്നുണ്ടാകും. അതല്ല ഇപ്പോൾ വൈറ്റ് ബോർഡ് ഉണ്ടാകും, അവിടെ സ്കെച്ച് പെൻ ഉണ്ടാകും, അവിടെ അതിൻ്റെ മഷിയെല്ലാം മിക്കവാറും നമ്മളുടെ കൈകളിലൊക്കെ ഉണ്ടാകും. ഓക്കെ, അപ്പോൾ ഇപ്പോൾ എന്തായി, ഇവിടെ സ്മാർട്ട് ബോർഡ് ഉള്ളതുകൊണ്ട് അങ്ങനെയില്ല. ഇവിടെ നമുക്ക് എന്തുണ്ട്, ഒരു പെന്നുണ്ട്, ഒരു ബോർഡുണ്ട്, മിസ് എഴുതുന്നതും വരയ്ക്കുന്നതും എന്താണ്, നമുക്ക് ഡസ്റ്റ് ഒന്നും ഇല്ലാതെ തന്നെ നമുക്കിവിടെ കാണാം. നിങ്ങൾക്ക് ക്ലാസ്സുകൾ കാണുമ്പോൾ ഓൺലൈൻ ട്യൂഷൻ ആണെന്നുണ്ടെങ്കിൽ അവിടെ എന്തായിരിക്കും, വീഡിയോസ് പ്ലേ ചെയ്യാം, പിക്ചേഴ്സ് കാണാം, കുറച്ചുകൂടി വിഷ്വലൈസേഷൻ കൂടുതലാണ് ഓൺലൈൻ ട്യൂഷനിൽ. ഓക്കെ, അങ്ങനെ പഠിപ്പിക്കുന്ന ഓഫ്ലൈൻ ട്യൂഷനുകളുണ്ട്, ഇല്ല എന്നല്ല. പക്ഷേ ഓൺലൈനിലാകുമ്പോൾ കംപ്ലീറ്റ്ലി നമ്മൾ ടെക്നോളജീനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ടെക്നോളജിയിലൂടെ നമുക്ക് പഠിക്കാൻ പറ്റുന്നത് ഓൺലൈനാണ്. അങ്ങനെ പഠിപ്പിക്കുന്നത് ഓഫ്ലൈൻ ഉണ്ടെങ്കിൽ അതും നല്ലതാണ്. ദെൻ നമ്മളുടെ നെക്സ്റ്റ് ഓപ്ഷൻ വരുന്നത് ഡിസ്ട്രാക്ഷൻസ്. ഇവിടെ പക്ഷേ നമ്മൾ ഓഫ്ലൈൻ സ്കോർ ചെയ്യുക കേട്ടോ. ഈ ഡിസ്ട്രാക്ഷൻസിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ ഇവിടെ കുറച്ചുകൂടി ഓഫ്ലൈനാണ് മുന്നിൽ നിൽക്കുക. കാരണം എന്താണെന്ന് പറഞ്ഞാൽ ഓൺലൈൻ ട്യൂഷനിൽ ഡിസ്ട്രാക്ഷൻസ് കുറച്ച് കൂടുതലായിരിക്കും. ഒന്നാമത് നമ്മൾ മൊബൈൽ ഫോണിലാണ് ക്ലാസ് കാണുന്നത്, ഇൻറ്റർനെറ്റ് അവൈലബിൾ ആണ്. അത് നമ്മൾ ക്ലാസ് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളെ ആരും ചെക്ക് ചെയ്യുന്നില്ല അല്ലേ, കാരണം ടീച്ചർ ഇവിടെയാണ്. നിങ്ങളുമായിട്ട് മാക്സിമം ലൈവ് ആവാനൊക്കെ നോക്കുമെങ്കിലും നിങ്ങളുടെ കയ്യിലാണ് ഫോൺ ഇരിക്കുന്നത് അല്ലേ. ഡിസ്ട്രാക്റ്റഡ് ആവാൻ ചാൻസ് ഉള്ള ആൾക്കാരാണെങ്കിൽ അവിടെ എന്താണ്, യൂട്യൂബ് വീഡിയോസും ഒക്കെ ഉള്ളത് കൊണ്ട് ഡിസ്ട്രാക്ഷൻസ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. പക്ഷേ നമ്മൾ ഓഫ്ലൈൻ ട്യൂഷനിലേക്ക് വരുമ്പോൾ അവിടെ ഡിസ്ട്രാക്ഷൻസ് കമ്പാരിറ്റീവ്ലി കുറവായിരിക്കും. കാരണം നമ്മളുടെ ആരും ക്ലാസ്സിൽ ഫോണും പിടിച്ചിരിക്കില്ല, ടീച്ചർ കൺട്രോൾ ചെയ്യുന്നുണ്ടാവും. കാരണം ടീച്ചറിനെ നിങ്ങൾക്ക് എല്ലാവർക്കും കാണാം. അപ്പോൾ ടീച്ചർ ക്ലാസ്സിലുണ്ടാകുമ്പോൾ നിങ്ങൾക്ക് ആർക്കും അവിടെ ഫോൺ നോക്കിയിട്ടുള്ള ഡിസ്ട്രാക്ഷൻസ് ഉണ്ടാവില്ല. വേറെ രീതിയിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഓക്കെ, അതല്ലാതെ നമ്മൾ സോഷ്യൽ മീഡിയയിലൂടെയുള്ള ഡിസ്ട്രാക്ഷൻസ് ഓൺലൈനിൽ കൂടുതലാണ്. അപ്പോൾ ഓഫ്ലൈനിലാണ് ഡിസ്ട്രാക്ഷൻസിൻ്റെ കാര്യത്തിൽ എന്ത് ചെയ്യുക, കുറവുള്ളത്. അപ്പം ആ ഒരു പോയിന്റ് നമ്മളുടെ ഓഫ്ലൈനിൽ പോകേണ്ടി വരും. ദെൻ നമ്മളുടെ നെക്സ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് പാർട്ടിസിപ്പേഷനാണ്. ഓക്കെ, പാർട്ടിസിപ്പേഷൻ ഓഫ് സ്റ്റുഡൻസ്. ഇവിടെ നമ്മളുടെ ഓൺലൈനാണ് മുന്നിൽ നിൽക്കുന്നത്. ഓക്കെ, ഓൺലൈനാണ്. കാരണം അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നത് അത് എങ്ങനെയാണ് മിസ്, എല്ലാവരും കാണുന്നത് ഓഫ്ലൈൻ അല്ലേ, ഇവിടെ എങ്ങനെയാണ് പാർട്ടിസിപ്പേഷൻ ഓഫ് സ്റ്റുഡൻസ് ഓൺലൈൻ മുന്നിൽ നിൽക്കുക? കാരണം കുറേ പേർക്ക്, ഓക്കെ ഇൻക്ലൂഡിങ് മീ, എനിക്ക് സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് ടീച്ചർ എന്തെങ്കിലും ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ ആൻസർ പറയാൻ അല്ലെങ്കിൽ വിളിച്ചു പറയാനൊക്കെ മിസ്സിന് ഭയങ്കര ടെൻഷനായിരുന്നു. എനിക്ക് പേടിയായിരുന്നു. ഞാൻ ഭയങ്കര ആക്റ്റീവായിരുന്നുള്ളൊരു സ്റ്റുഡൻ്റ് ആയിരുന്നില്ല. അപ്പോൾ എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു. അഥവാ ടീച്ചർ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ തന്നെ ഞാനാകെ ടെൻഷനാവാൻ തുടങ്ങും. ഓക്കെ, അങ്ങനത്തെ കുറച്ച് ഗ്രൂപ്പ് ഓഫ് സ്റ്റുഡൻസ് ഉണ്ട്. ആക്റ്റീവായിട്ടുള്ള സ്റ്റുഡൻസിന് ഓഫ്ലൈൻ നല്ലതായിരിക്കും. പക്ഷേ ഓൺലൈനിലേക്ക് വരുമ്പോൾ എന്താണ്, അങ്ങനെ പേടിച്ചിരുന്ന കുട്ടികളുടെ കൂടി പാർട്ടിസിപ്പേഷൻ നമുക്ക് ഓൺലൈനിൽ ഉറപ്പ് വരുത്താൻ പറ്റും. കാരണം ഞാൻ തന്നെ ലൈവിൽ കാണാറുണ്ട്, ഒരു കാര്യം ചോദിച്ചു കഴിഞ്ഞാൽ എത്രയോ ഫാസ്റ്റായിട്ടാണ് നിങ്ങളുടെ ആൻസേഴ്സ് വരുന്നത്, നിങ്ങളുടെ ഡൗട്ട്സ് വരുന്നത്. അപ്പോൾ ഓൺലൈനിൽ എന്താണ് കുട്ടികളുടെ പാർട്ടിസിപ്പേഷൻ, കാരണം അവരാരും അവിടെ പേടിക്കുന്നില്ല. ഓക്കെ, ഒരു പേടിയില്ലാതെ കുട്ടികൾക്ക് ഏറ്റവും കൂടുതൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റുന്നത് ഓൺലൈനിലാണ്. ആക്റ്റീവായിട്ടുള്ള സ്റ്റുഡൻസ് ഓൺലൈനിലും ഓഫ്ലൈനിലും ഓക്കെയാണ്. പക്ഷെ പേടിയും ടെൻഷനും ഒക്കെയുള്ള കുട്ടികൾ ആക്റ്റീവ് ആവുന്നത് ഓൺലൈൻ ട്യൂഷനിലാണ്. അപ്പോൾ അത് നമ്മളുടെ ഓൺലൈൻ ട്യൂഷൻ്റെ ഒരു മെച്ചമാണെന്ന് നമുക്ക് പറയാം. ദെൻ സ്ക്രീൻ ടൈം. ഇവിടെ ഓഫ്ലൈൻ ട്യൂഷന് കുറച്ച് നെഗറ്റീവാണ്, ഇവിടെ ഓൺലൈൻ കുറച്ച് നെഗറ്റീവാണ്. ഇവിടെ ഓഫ്ലൈനാണ് മുന്നിൽ നിൽക്കാൻ നല്ലതെന്ന് പറയാം. കാരണം നമ്മൾ ഇപ്പോൾ ഓൾറെഡി നമ്മൾ കുറേ നേരം സോഷ്യൽ മീഡിയയിലും ഫോണിലും ലാപ്ടോപ്പിലും ഒക്കെ ആയിട്ട് ചിലവഴിക്കുന്നുണ്ട്. അപ്പോൾ ഓൺലൈൻ ട്യൂഷനിലേക്ക് വരുന്ന സമയത്ത് നമ്മൾ ഏത് നേരം ഫോണിലാണ് ക്ലാസ് കാണുന്നത്, കുറച്ച് റിലാക്സ് ചെയ്യാനും നമ്മൾ കാണുന്നത് യൂട്യൂബ് വീഡിയോസ് ആയിരിക്കും. അപ്പോൾ നമ്മളുടെ കണ്ണിന് ഭയങ്കര സ്ട്രെയിൻ ആയിരിക്കും. നമ്മൾ ഏത് നേരം ഫോണും പിടിച്ചല്ലേ, ലാപ്ടോപ്പിൻ്റെ മുന്നിലല്ലേ ഇരിക്കുന്നത്. അപ്പോൾ അത് നമ്മളുടെ കണ്ണിൻ്റെ ഹെൽത്തിന് അത്ര നല്ലതായിരിക്കില്ല. അപ്പോൾ അവിടെ ഓഫ്ലൈൻ ആണെങ്കിൽ എന്താണ്, കുറച്ചുകൂടി ഇൻട്രാക്റ്റീവായിട്ട് നമുക്ക് ഫോണിലൊന്നും നോക്കാതെ നമുക്ക് നേരിട്ടുള്ള കാഴ്ച കിട്ടും.
ആൻഡ് നമുക്ക് കുറച്ച് എന്താ പറയുക ഇൻട്രാക്ഷന് വേണ്ടി യൂട്യൂബ് നോക്കിയാലും കുഴപ്പമില്ല, അവിടെ സ്ക്രീൻ ടൈം കുറവാണ്. ഇവിടെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഏത് നേരം മൊബൈൽ ഫോണിലായതുകൊണ്ട് അതിൻ്റെ ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ നമ്മൾ അതിൻ്റെ പ്രിക്കോഷൻസ് എടുത്തിട്ട് വേണം. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക, ബ്ലൂ ഫിൽറ്റർ സ്പെക്സ് ഒക്കെ യൂസ് ചെയ്യുക, ബ്ലൂ ലൈറ്റ് ഫിൽറ്ററിൻ്റെ സ്പെക്സ് യൂസ് ചെയ്യുക, പിന്നെ നമ്മൾ ഫോൺ പിടിക്കുമ്പോൾ കുറച്ച് ദൂരത്തായിട്ട് വെക്കുക. അങ്ങനെയൊക്കെ ചെയ്യുന്നതെങ്കിൽ അത് നമ്മളെ ഹെൽത്തിനെ ബാധിക്കാതിരിക്കുള്ളൂ. അതല്ലാതെ നോക്കുമ്പോൾ ഇതെന്താണ്, നമുക്ക് കണ്ണിനൊക്കെ ഇച്ചിരി പ്രശ്നമാണ്. ഓക്കെ, അപ്പം ഇതൊക്കെയാണ് ജസ്റ്റ് ഇവരെ നമുക്ക് കമ്പയർ ചെയ്ത് പറയാനുള്ളത്. ഓഫ്ലൈൻ ഓൺലൈൻ രണ്ടിനും എന്തുണ്ട്, അതിൻ്റെതായ ഗുണങ്ങളും ദോഷങ്ങളും ഉണ്ട്. നമ്മളൊരു കാര്യം ആലോചിക്കുന്നത് മാറി വരുന്ന സാഹചര്യങ്ങൾക്കനുസരിച്ച് നമ്മൾ മാറണം. പിന്നെ ഓൺലൈൻ ആയാലും ഓഫ്ലൈൻ ആയാലും നിങ്ങൾക്ക് മനസ്സിലാവണം, അതാണ് എയിം. ഓക്കെ, നിങ്ങൾക്ക് മനസ്സിലാവുന്നതായിരിക്കണം, നിങ്ങൾക്ക് നല്ലപോലെ പഠിക്കാൻ പറ്റുന്നതായിരിക്കണം, നിങ്ങൾക്ക് ടെൻഷനില്ലാതെ എൻജോയ് ചെയ്ത് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റണം. അതിപ്പോൾ നിങ്ങൾക്ക് ഓൺലൈനാണ് കിട്ടുന്നതെങ്കിൽ നിങ്ങൾ ഓൺലൈൻ ചൂസ് ചെയ്യുക, അത് നിങ്ങൾക്ക് കിട്ടുന്നത് ഓഫ്ലൈനിലാണെങ്കിൽ ഓഫ്ലൈൻ ചൂസ് ചെയ്യുക. എല്ലാ കാര്യങ്ങളും കൂടി നോക്കിയിട്ട് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്നതും നിങ്ങളുടെ ബഡ്ജറ്റിൽ ഒതുങ്ങുന്നതും നിങ്ങൾക്ക് നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളതും ഹെൽത്തി ആയിട്ടുള്ള ഒരു ഓപ്ഷൻ നിങ്ങൾ ചൂസ് ചെയ്യുക. നന്നായിട്ട് തന്നെ പഠിക്കും. ഓക്കെ, താങ്ക് യു.